Hello friends, welcome to my YouTube channel Andro Creations. So ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൻ്റെ പവർ ബട്ടൺ അതുപോലെ തന്നെ വോളിയം ബട്ടൺ അവ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ബട്ടൺസുകൾ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ ഒരു ഹോൾ മാത്രം കാണും. നമ്മൾ പിന്നീട് വോളിയം കൂട്ടാനും അത് കുറയ്ക്കാനും പവർ ബട്ടൺ യൂസ് ചെയ്യാനൊക്കെ നമ്മൾ ചിലപ്പോൾ പിന്നോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടൊക്കെ ഉപയോഗിക്കും, ചിലപ്പോൾ നഖം കൊണ്ടൊക്കെ ഉപയോഗിക്കും. വളരെ ബുദ്ധിമുട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പിന്നീട് നമുക്ക് അത് റെഡിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ പവർ ബട്ടണും അതുപോലെ തന്നെ വോളിയം ബട്ടണൊക്കെ ഇളകിപ്പോയി നഷ്ടപ്പെട്ടു പോയി അത് നമുക്ക് വീണ്ടും റെഡിയാക്കി എടുക്കണമെങ്കിൽ ഷോപ്പിൽ കൊടുക്കണം. ഷോപ്പിൽ കൊടുത്ത് ഇപ്പോൾ ഫോണ് പൊളിച്ച് അതിൻ്റെ സെൻട്രൽ പാനലൊക്കെ വെളിയിലൊക്കെ എടുത്തൊക്കെ തന്നെ അത് നമുക്ക് പുതിയത് പറഞ്ഞാൽ ഫിറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. പക്ഷേ അതിനൊക്കെ നല്ലൊരു പൈസ ചിലവ് ഉള്ള ഒരു കാര്യം തന്നെയാണ്. എന്നാൽ നിങ്ങൾക്ക് അതിനില്ലാതെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് നമുക്കൊരു പവർ ബട്ടൺ മിസ്സായാലും പവർ ബട്ടൺ പോയാലും വോളിയം ബട്ടൺ പോയാലും നമുക്ക് തന്നെ സ്വന്തമായിട്ട് നമുക്ക് ഒരെണ്ണം ചെയ്തിടാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് അതെന്ന് അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ മുഴുവനായിട്ടും കാണുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള മൊബൈൽ സംബന്ധമായിട്ടുള്ള ടെക്നോളജി വീഡിയോസുകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ പഴയ കീപാഡ് സെറ്റുകൾ കാണും. ആ ഒരു കീപാഡ് സെറ്റിൻ്റെ ഒരു കീപാഡ് ഇതേപോലെ റബ്ബർ പാഡ് നമ്മൾ അതിൽ നിന്ന് ഇളക്കിയെടുക്കുക. കംപ്ലൈൻ്റ് ആയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സെറ്റ് നിന്ന് ഇളക്കിയെടുത്താൽ മതിയാവും. പലരുടെ വീട്ടിലും കാണും ഇതേപോലുള്ള കീപാഡ് സെറ്റുകൾ. അതിൽ നിന്ന് കംപ്ലൈൻ്റ് ആയിട്ടുള്ളതിൻ്റെ നിന്ന് പാഡ് ഇളക്കിയെടുക്കുക. അഥവാ ഇത് നിങ്ങൾക്ക് കൈ കിട്ടുന്നില്ല, നിങ്ങളുടെ വീട്ടിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ റിമോട്ടിൻ്റെ എന്നാലും പക്ഷേ നിങ്ങളുടെ ടി വിയുടെയൊക്കെ റിമോട്ട് പഴയ റിമോട്ടിൻ്റെയൊക്കെ ഇതേപോലെ പേഡുകളുണ്ടാവും. അപ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പേഡ് നിങ്ങൾ റബ്ബറിൻ്റെ ഒരു പേഡ് നിങ്ങൾ ഇവിടെ നിങ്ങൾ ഒപ്പിക്കുക. അതിനുശേഷം നിങ്ങളുടെ ഈ ഒരു കീയുടെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് വോളിയം ബട്ടൺ ആണെങ്കിൽ വോളിയം ബട്ടൺ അനുസരിച്ചുള്ള ഒരു റബ്ബറിൻ്റെ പീസ് നിങ്ങൾ കട്ട് ചെയ്തെടുക്കാം. പവർ ബട്ടൺ ആണെങ്കിൽ പവർ ബട്ടൺ അനുസരിച്ചുള്ള കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പവർ ബട്ടണിനെ ഞാൻ കാണിച്ചു തരാം. രണ്ട് പവർ ബട്ടൺ ആണെന്ന് ശരി വോളിയം ബട്ടൺ ആണെന്ന് ശരി ഇതേപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ഞാൻ പവർ ബട്ടണിൻ്റെ സൈസിലായിട്ട് ഒരു കീ ഞാനിതിൽ നിന്നും കട്ട് ചെയ്തെടുക്കുകയാണ്. സൈസ് ഏതാണെന്ന് നോക്കിയിട്ട് എങ്ങനെയാണ് സൈസ് എന്നുള്ളത് നോക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. കറക്റ്റായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്ത് ഇറങ്ങുന്ന രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, യാതൊരുവിധ ടൈറ്റും ഇല്ലാതെ കറക്റ്റ് ഇറങ്ങുകയും വേണം. അതുപോലെ തന്നെ ഈ ഇറങ്ങി നിൽക്കുന്ന കീയിൽ കുറച്ച് ഭാഗം മുകളിലോട്ട് വരത്തക്ക രീതിയിൽ, അതായത് ഇതിൻ്റെ അകത്തെ സ്വിച്ചിൽ തട്ടി നിൽക്കുകയും വേണം, കുറച്ച് ഫോണിൽ നിന്ന് പുറത്തോട്ട് നിൽക്കുകയും ചെയ്യണം. ആ രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, കണ്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും കൂടി ഇൻസെർട്ട് ചെയ്ത് നോക്കുകയാണ്. കുറച്ചും കൂടെ നമുക്ക് കട്ട് ചെയ്യാം. കൂടുതൽ തള്ളിയിരുന്നാൽ അതൊരു വൃത്തികേടാവും. അതുകൊണ്ട് കുറച്ച് വെളിയിലോട്ട് തള്ളിയിരുന്നാൽ മതി. കണ്ടോ കറക്റ്റായിട്ട് ഇറങ്ങാത്ത രീതിയിൽ ഒരിക്കലും ടൈറ്റും വരാൻ പാടില്ല. ആ ടൈറ്റ് ഇല്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പാടായിരിക്കും. കണ്ട നല്ല കറക്റ്റ് സൈസിനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ഭാഗം വെളിയിലോട്ട് വരത്തക്ക രീതി, കുറച്ച് ഭാഗം വെളിയിലോട്ട് മതി, വലുതായിട്ട് അകത്തോട്ട് വേണ്ട. കുറച്ച് ഭാഗം വെളിയിലോട്ട് തള്ളി നിൽക്കത്തക്ക രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ അടുത്തായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ഒരു ടേപ്പ് എടുക്കുക. ഇതേപോലെ നമ്മൾ പേപ്പറൊക്കെ ഒട്ടിക്കുന്ന ടേപ്പ് ഉണ്ടല്ലോ, കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഓക്കെ, ഇത് വലിയ പൈസയുള്ള ചിലവെന്നുള്ള കാര്യമല്ല. ഇത് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഏകദേശം 5 രൂപയ്ക്കും 10 രൂപയ്ക്ക് കിട്ടുന്ന, ഇത്ര വലുതൊന്നും വേണ്ട, ചെറിയ റോളുള്ള കിട്ടും. ജസ്റ്റ് അത് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾ കറക്റ്റ് ആ സ്വിച്ച് വീണ്ടും ഇളകി പോകാത്ത രീതിയിൽ ഒട്ടിക്കുക. ഓക്കെ, കറക്റ്റ് ഒട്ടിക്കുക. ഒട്ടിച്ചിട്ട് നിങ്ങളടുത്തത് നിങ്ങളുടെ കറക്റ്റ് അളവിനെടുത്തിട്ട്, അതായത് കറക്റ്റ് സ്ക്രീനിന് മുകളിൽ വരാത്ത രീതിയിൽ ഒന്നുകൂടി കട്ട് ചെയ്തെടുക്കുക. ആ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. ഇത് ഒട്ടിച്ച ഭാഗം കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇത് ഫിക്സഡ് ആയിട്ടുണ്ട്. നമുക്കിനി വേറെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടതായിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പുറത്തുള്ള ബാക്ക് പാനലൊക്കെ ഇടുമ്പോഴത്തേക്കും ഈ ഒരു സാധനം ഉണ്ടെന്ന് പോലും മറ്റുള്ളവർക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ ഇങ്ങനെ കണ്ടോ കറക്റ്റായിട്ട് ഇപ്പം വേണമെങ്കിൽ നോക്ക് പവർ ബട്ടൺ കണ്ടോ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന, വീട്ടിൽ നിന്ന് കണ്ടതിന് യാതൊരുവിധ പൈസ ചിലവുമില്ലാതെ
നമുക്ക് പവർ ബട്ടൺ ആയിരുന്നാലും ശരി, വോളിയം ബട്ടൺ ആയിരുന്നാലും ശരി, നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് തന്നെ ചെയ്തിടാൻ സാധിക്കും. ഇത് എത്ര നാൾ വേണമെങ്കിലും നൽകി യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, ഒരിക്കലും ഇത് ഇളകി പോകത്തൊന്നുമില്ല. നമ്മൾ സാധാരണ പവർ ബട്ടൺ ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾക്ക് വളരെയേറെ അത്യാവശ്യമാണ്. അടുത്തൊരു ഉപകാരപ്രദമായ വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.